ആശ്വാസ ക്യാമ്പിൽ ഡാൻസ് ടീച്ചറാണ് അവിടുത്തെ സ്കൂളിലത്തെ. ഞാൻ 24-നോട് ഞാൻ ആ ദുരന്തത്തിൽ പെട്ടപ്പോൾ മനേഷേട്ടനൊക്കെ വിളിച്ച ആ സമയത്ത്, അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ വിളിച്ചു ആ സമയത്ത് നമ്മളെ പിന്നെ റേഞ്ച് കട്ടായി പോവുക ചെയ്തു. നമ്മളൊരു 1 മണിയോടെ 1 മണിന്ന് നമുക്ക് ഊഹിച്ച് പറയുന്നതാണ്. കൃത്യ ടൈം നമുക്കറിയില്ല. 1 മണി 1:30 കൂടിയിട്ട് ഫസ്റ്റത്തെ പൊട്ടൽ വന്നു. ഫസ്റ്റത്തെ പൊട്ടൽ വന്നപ്പോൾ തന്നെ നമ്മൾ വീട്ടിലുള്ള എൻ്റെ മക്കളുണ്ട്, അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്, അയൽവാസികളുണ്ട്, എല്ലാവരും നമ്മളെ എണീപ്പിക്കുക ചെയ്തത്. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അടുത്തു കൂടെ ഭയങ്കരമായ ഒരു ശബ്ദം പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വേണ്ടപ്പെട്ട എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും പോലീസിനെയും മനേഷേട്ടനെയും ആ ടൈമിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുന്ന അവിടെ സഹദുവാക്കു അങ്ങനത്തെ കുറേ ആൾക്കാരെ നമ്മൾ എവിടേക്ക് വിളിക്കാൻ പറ്റുമോ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേലെയുള്ള മുകളിലുള്ള പുഞ്ചിരിമട്ടെന്ന് പറയുന്ന അവിടുത്തെ കുട്ടികളെയും ഞാൻ വിളിച്ചിരുന്നു. താഴെയുള്ളവരെയും ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. രണ്ടാമത് നമ്മൾ താഴെ ഉള്ള ഒരു കുട്ടി ഫോൺ എടുത്തു. അവന് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഓടിയും നിൽക്കുകയാണ്, നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പൊട്ടൽ പൊട്ടുമ്പോൾ നമ്മളും കൂടി ഓടുകയാണ്. ആ ടൈം കൃത്യം ഓർമ്മയല്ല നമുക്ക്, പിന്നെ മൈൻഡ് ഔട്ടാണ്. അങ്ങനെ മക്കൾ ആദ്യം ഓടി. എൻ്റെ മക്കൾ ഓടിയെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ തലേ ദിവസം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ വന്നിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതായത് തലേ ദിവസം നല്ല തെളിഞ്ഞ വെള്ളം കുറവുമായ ഒരു പുഴയായിരുന്നു അന്ന് കണ്ടത്. അത് രാവിലെ എഴുന്നേറ്റപ്പോൾ തണുപ്പും ഒരു കലങ്ങിയ വെള്ളവും മരങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ന്യൂസിൽ എല്ലാവരും വന്നിട്ടുണ്ട്. ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട്, ദുരന്തം സംഭവിച്ചതുകൊണ്ടും എല്ലാവരും അവരവരെ ഡോക്യുമെൻറ്റും അത്യാവശ്യ സാധനങ്ങളൊക്കെ എല്ലാവരും പേക്ക് ചെയ്ത് എപ്പോൾ പറയും അപ്പം നമുക്ക് ഇറങ്ങാമെന്നുള്ളൊരു കണ്ടീഷനിൽ എല്ലാവരും പ്രിപ്പയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളെ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ മേലെ നമ്മളെ മദ്രസിൻ്റെ ഭാഗമാണ്. ആ മദ്രസിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഏകദേശം ആൾക്കാരൊക്കെ മുണ്ടക്കൈക്കാരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു ദുരന്തം വന്നാൽ വേഗം മദ്രസ ഉണ്ട് അവിടെ. ആ മദ്രസയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ട് അതിന് ശേഷം ആളുകൾ വന്നിട്ട് നമ്മളെ ജീപ്പിൽ കയറ്റിയിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ക്യാമ്പുകളിൽ ഇരുത്തും. മദ്രസയിൽ ഉണ്ടായിരുന്നവരാണ് അന്ന് ഏറിയ പേരും അവർ രക്ഷപ്പെട്ടത്. അപ്പം നമ്മൾ ഈ മദ്രസ ഉന്മേഷം വെച്ചിട്ടാണ് ഓടുന്നത്. എൻ്റെ മക്കൾ ഓടിയതെന്ന് വെച്ചാൽ, ബാഗ് തലേ ദിവസം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു, എന്തോ ആപത്ത് വരാനുണ്ട്, ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറേണ്ട വരും, അമ്മ അത്യാവശ്യം സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരു ബാഗിലാക്കി വെച്ചോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ തോന്നലുണ്ടായി. മക്കളത് കേട്ടപ്പോൾ മക്കൾ ബുക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ബുക്സും നമ്മൾ വീട്ടിൽ നമ്മളെല്ലാ വിഷയത്തിനുള്ള ബുക്കും സ്കൂളിൽ കൊണ്ടുപോകാറില്ല. പക്ഷേ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ബുക്കും അതിലാക്കി വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിൽ, എനിക്ക് എൻ്റെ ബന്ധുക്കളും ഇവിടെയൊക്കെ ഉണ്ട്, അങ്ങനെ വന്ന് നിൽക്കാം, നമുക്ക് ജീപ്പ് വന്നാൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ. നമുക്ക് മരണം പറഞ്ഞ സംഭവം നമ്മളെ മുണ്ടക്കൈയിൽ അങ്ങനെ ദുരന്തം കൊണ്ട് സംഭവിച്ചിട്ടില്ല. നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അറിവ്. ചില ബോഡീൻ്റെ അടുത്തു നിന്നൊക്കെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ബാഗ് ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ടാമത്തെ പൊട്ടൽ പൊട്ടിയപ്പോൾ മക്കളെ ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ ഇരട്ട കുട്ടികളാണ്. ഒരാൾ കോട്ടയത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 2 മക്കൾ ഈ ബാഗ് എടുത്തിട്ടാണ് ഓടിയത്. ബാഗ് എടുത്തിട്ട് സേഫ് ആകാൻ വേണ്ടി, അതായത് സ്നേഹം, എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ എന്താണെന്നറിയില്ല, മക്കൾ ആ ബാഗ് എടുത്ത് ഫ്രണ്ടിലോട്ട് ഓടുകയും അതിൻ്റെ പുറകെ ഞാൻ പറഞ്ഞു, അമ്മ പുറകെ ഓട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഓടി. എൻ്റെ അച്ഛന് കാല് സുഖമല്ല. അപ്പം ഞാൻ അച്ഛനെ പിടിച്ചിട്ട് ഞാനും പുറകെ ഓടിയത്. അച്ഛൻ്റെ കാല് ചെരുപ്പൊന്നുമില്ല. അങ്ങനെ ഓടുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മദ്രസയിലേക്ക് പോകാനാണ്. അപ്പോൾ ആ മദ്രസേൻ്റെ മേലെക്കൂടെ ഒരു റോഡ് കാണാം. അതിലൂടെ പോകുമ്പോൾ മദ്രസയിലുണ്ടായ ആൾക്കാരും കൂടി മുകളിലോട്ട് ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അവർ ആരൊക്കെയാണെന്ന് ഒരു പിടുത്തല്ല. ഞങ്ങളെ കൂടെ ഉള്ളതോ ടൈമോ അങ്ങനെ ഒന്നും ഞങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റൂല എനിക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടിയിട്ട് അവിടെ ഒരു കമ്മ്യൂണിപ്പീഡിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ നിന്നു. അവിടെ നിന്നിട്ട് ഞങ്ങൾ ഈ നിൽക്കുന്ന ആൾക്കാർ, അതിന് മുന്നേ എനിക്ക് 10 ഏക്കറയിൽ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ചേട്ടായിൻ്റെ മോളുണ്ട് ടിറ്റുടു, അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ചേച്ചി എല്ലാവരും 10 ഏക്കറയിലാണ് ഉള്ളത്, ചേച്ചി ഇങ്ങോട്ട് മേലോട്ട് കയറി വാന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇതേ ഇൻഫർമേഷൻ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ നമ്മളെ വേറൊരു ചേട്ടായിണ്ട്, അവരെ വൈഫിനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. കിട്ടിയത് എനിക്ക് ചേച്ചീനെയാണ്. ചേച്ചീനോട് ഞാൻ പറഞ്ഞു,
ഈ മോൻ വിളിച്ച് പറഞ്ഞ ലോഡാണെന്ന്. അപ്പോൾ അവരും എൻ്റെ ഇപ്പോൾ പോയ ചേട്ടായി എല്ലാവരും വരും, നിങ്ങൾ സേഫായിട്ട് ഒരു കയറ്റത്തിലേക്ക് കയറണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പോയ ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് കമ്മ്യൂണിപ്പീഡിയൻ്റെ അവിടെ വട്ടം കൂടി നിന്നു. ഒരുപാട് പ്രായമുള്ളവരും എല്ലാം ഉണ്ട് അവിടെ. എല്ലാവരും കൂടി അവിടെ നിന്നിട്ട് ഒരു തീരുമാനം എടുത്തു. 5 റോഡുണ്ട് സാർ അവിടെ. ഒന്ന് അമ്പലക്കുന്നിലേക്കുള്ളത്, ഒന്ന് നമ്മളെ ഒരു പാടിയിലേക്ക് പോകാനുള്ള ഒരു റോഡ്, പിന്നെ താഴോട്ടൊരു റോഡുണ്ട്, പിന്നെ ഒരു ഡിസ്പെൻസറി, പിന്നെ 10 ഏക്കർ. അപ്പം നമ്മൾ തീരുമാനം എടുത്തു, ഓടുകയാണെങ്കിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒപ്പം മരിക്കാം എന്നൊരു തീരുമാനം എടുത്തിട്ട്, ഓടുകയാണെങ്കിൽ നമ്മൾ ഒപ്പം ഓടുക, അത് ഈ സ്ഥലത്തോട്ടായിരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ കൂടെ ഉള്ളവരെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ അടുത്ത 3ാമത്തെ പൊട്ടൽ ടൈം പറയാൻ പറ്റൂല, ഏതൊക്കെയോ ടൈമിൽ പൊട്ടിപ്പോണേ. ഓർമ്മല്ല, എനിക്ക് ടൈം ഓർമ്മല്ല. എന്താ പറയുക, ഞാൻ പല സ്ഥലത്തും ടൈം പറഞ്ഞത് എനിക്ക് തെറ്റാണോന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. പക്ഷെ നേരം വെളുത്തിട്ടില്ല, ഞങ്ങളെ കണ്ണിൽ നേരം വെളുത്തിട്ടില്ല. ഞങ്ങൾക്ക് ടൈം അറിയുന്നില്ല. ഫോൺ ഉണ്ടായിരുന്നു, ഫോണിൽ നിന്നിപ്പോൾ ഒന്ന് അവർ നന്നാക്കി തന്നതാണ്. അങ്ങനെ നമ്മൾ ഓടിയിട്ട് ഈ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2ാമത്തെ പൊട്ടിലിന് ഓടുന്നത്. അപ്പോൾ ഈ മക്കളെ ഓടിക്കുമെന്നൊക്കെ പറയുന്നത് ഇവർ കേട്ടിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു വിചാരം. അത് കഴിഞ്ഞിട്ട് റേഞ്ച് കട്ടായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു വാഗമരമുണ്ട്, അതിൻ്റെ ചോട്ടിലേക്ക് ഓടി പോവുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് പിന്നെ ഒരു മഴ നല്ല പെയ്യുന്നുണ്ട്, വേറെ ശബ്ദങ്ങളൊന്നുമില്ല, ഒരു ശബ്ദം. 1ാമത്തെ പൊട്ടലിന് നല്ല ആൾക്കാർ കരയുന്നുണ്ടായിരുന്നു ഒരുപാട്. അപ്പോഴും ഞാൻ അത് മെയിൻ്റെ ആക്കാണ്ടാണ് ഇത് ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു സമാധാനമായെന്ന് കണ്ടപ്പോൾ നമ്മളെ കൂടെ വയസ്സായവരുണ്ട്, കണ്ണ് കാണാത്ത പ്രായമായവരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ അവിടെ നിർത്തിയിരിക്കുക. അവർക്ക് എൻ്റെ അച്ഛനടക്കം കാല് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഡിസ്പെൻസറിത്തെ സിസ്റ്റർ നമ്മളെ കൂടെ ഉണ്ട്, സിസ്റ്ററോട് ഞാൻ പറഞ്ഞു അവിടെ ചാവിയുണ്ടോ സിസ്റ്ററെ ചോദിച്ചു. ഇത് 10 ഏക്കറിൽ നിന്ന് പൊട്ടി വന്നാൽ ഞങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. 10 ഏക്കർ അടക്കം അമ്പലത്തിൻ്റെ അതിലൂടെ വന്ന് ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളാണ്. എനിക്ക് എല്ലാ മൂലയും മുക്കും ഒക്കെ അറിയാം എനിക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന നമുക്കൊരു ധാരണ എന്തായാലും ഉണ്ടാവുമല്ലോ എങ്ങനെയൊക്കെ വരുന്നത്. അത് അറിഞ്ഞും കൊണ്ടും ഞങ്ങൾ ആ ഡിസ്പെൻസറിയിൽ ഞാൻ പോയി ചാവി എടുത്ത്, സിസ്റ്ററൊന്നും വരാൻ തയ്യാറല്ല, അവരെവിടേക്കാണ് ഓടുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നിൽക്കുക. ഞാൻ ആ ഉമ്മമാരെല്ലാം കൂട്ടിയിട്ട് ഞാൻ ആ ഡിസ്പെൻസറി തുറന്ന് അതിനുള്ളിലിരുത്തി, മക്കളെ അവിടെ ഇരുത്തി. കുറച്ച് പേരൊന്നും വന്നില്ല, എല്ലാവരും അവിടെ തന്നെ നിന്ന് എവിടേക്കാണ് ഓടുക എന്നുള്ളൊരു വേവലാതിയിലാണ്, ജീവൻ രക്ഷിക്കാനുള്ളൊരു വേവലാതിയിലാണ്. പക്ഷെ എനിക്ക് അവരവിടെ ഇരുത്തണം എന്നാണ് തോന്നിയത്. അങ്ങനെ നേരം വെളുക്കുന്നില്ല, ടൈം അപ്പോഴും നമ്മൾ അറിയുന്നില്ല. ടൈം അത് കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്നത് മുന്നിലും ഫുൾ മരുഭൂമി പോലെയാണ് നമ്മൾ കാണുന്നത്. മരുഭൂമി പോലെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെയുള്ള നസീറാക്കും വേറൊരാളാരൊക്കെ ഉണ്ട്, പേര് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. ഞാനും താഴോട്ട് പോയി, ഞാനും കെലാമ പേര് കിട്ടുന്നില്ല. ഞങ്ങൾ കാക്കുമാർ കൂടിയിട്ട് താഴോട്ട് പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടീൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ പുറകോട്ട് വരികയാണ് ചെയ്തത്. എൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നസീറാക്കും വേറെ ആരൊക്കെയോ കൂടിയിട്ട് അവിടുന്ന് കുട്ടികളെ 2 പേരെയും ഒരു ഉമ്മാനെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കരച്ചിൽ കേട്ടിട്ട് കുറച്ച് യുവാക്കൾ, അവരുടെ പേര് പറയാൻ എനിക്ക് കിട്ടായിട്ടാണ്, അവർ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയത്ത് ഈ രക്ഷിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഡിസ്പെൻസറിത്തെ സിസ്റ്റർ ഉള്ളത് കൊണ്ട് ഈ ഫസ്റ്റ് കൊണ്ടുപോയ ടീമിനെ അവർ ആശാവർക്കറും എല്ലാവരും കൂടിയിട്ട് അവർ പരിചരണം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, അനുഭവം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളാണ്, എൻ്റെ കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ നാടാണ്. ഇവിടെ മുണ്ടക്കായി തൊട്ട് ചൂരമല വരെ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരുപോലത്തെ പരിഗണന കൊടുക്കണം. എല്ലാവർക്കും ചില വീടുകളുണ്ട്, ചില വീടുകൾ ഭാഗികമായി നിൽക്കുന്നുണ്ട്, അത് വെച്ചിട്ട് അവരതിൽ നിന്ന് ഒഴിവാക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആ പ്രദേശത്ത് ഒന്നാകെ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ ഉറപ്പായി സമഗ്രമായി തന്നെ വലിയ ചിന്തയാണ്. അത് കുറച്ചുകൂടി കഴിഞ്ഞ് തുടങ്ങേണ്ട, നമ്മൾ വളരെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട വലിയൊരു ചർച്ചയാണത്. ഉറപ്പായി നമ്മൾ അതിലേക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം.